ാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ നമ്മൾ വിദേശത്തു നിന്നൊരു ബ്രാൻഡി അല്ലെങ്കിൽ വിസ്കി കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലുള്ളവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർ ആദ്യം പറയുന്ന കാര്യമുണ്ടോ, ഇത് അപ്പടി സ്മൂത്തായി, ഇതെനിക്കും കൊടുത്തില്ല. എനിക്ക് പറ്റുന്നത് നമ്മുടെ സാധാരണ ഹണിബിയാണ്, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ MC ആണ്, അല്ലെങ്കിൽ ഇതുപോലെ കെയറോൺ ആണെന്നൊക്കെ പറയുള്ളൂ. കാരണം അവർക്ക് സ്ഥിരം അത് കഴിച്ചേക്കുന്നതുകൊണ്ട് സ്മൂത്തായിട്ടുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ കിട്ടുവാണെങ്കിൽ അവർക്ക് എന്നോട് താല്പര്യം തലയ്ക്ക് പിടിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെയൊക്കെ പല കൂട്ടുകാരും വിദേശത്തു നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ആ വിദേശത്തു നിന്നുള്ള ബ്രാൻഡി അല്ലെങ്കിൽ വിസ്കിയെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അത് ആ ഒരു വ്യത്യാസം എപ്പോഴും നിൽക്കും. അത് എത്ര നല്ല വിസ്കിയോ ബ്രാൻഡിയോ ഒക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയാലും അത് ഈ ഒരു വ്യത്യാസം എപ്പോഴും ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ തുടക്കത്തിൽ മണക്കുമ്പോൾ ആ കുത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ലെവൽ ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം കിക്കിൻ്റെ കാര്യം അത്യാവശ്യം ഒരു അല്പം തന്നെ കഴിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല ഫീല് കിട്ടുന്നൊരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ ബേസിക്കലി ഒരു കാര്യത്തേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ എമൗണ്ട്, ഇതൊരു 1/2 ലിറ്ററാണ്. ഇതിൻ്റെ ഏകദേശം 1/2 ലിറ്റർ അല്ല, ഇതൊരു പൈൻ്റാണ്. ഇതിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 700 രൂപയാണ്. സാധാരണ ലെവൽ വെച്ച് നോക്കുവാണെങ്കിൽ 700 രൂപയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് പ്രീമിയം സാധനം തന്നെയാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് തന്നെ എനിക്ക് പറയാം. ചെറിയ പോരായ്മകളുണ്ട്, അത് പക്ഷേ എനിക്ക് മാത്രമേ ഉള്ളൂ. കേരളത്തിലുള്ള ആൾക്കും ഇത് വലിയ പോരായ്മയായിട്ടില്ല. കാരണം അവരിത് സ്ഥിരം കഴിക്കുന്നത് കൊണ്ട് ഈ ടൈപ്പ് ഓഫ് മദ്യത്തെ പറ്റിയാണ് അവർക്ക് കൂടുതൽ അറിയാവുന്നത് കൊണ്ടും അവരിതൊന്നും വറീഡല്ല. ഞാൻ ഈ വിദേശത്ത് കിടക്കുന്നത് കൊണ്ട് ഇവിടുത്തെ പലതരത്തിലുള്ള ബ്രാൻഡുകൾ കഴിച്ചേക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ കുത്തലിൻ്റെ കാര്യമൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ കൊള്ളാവുന്ന ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് സാധനമാണ് ഈ കെയ്റോൺ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കേരളത്തിലുള്ള ആൾക്കാരൊക്കെയാണ് തന്നെ ഇടയ്ക്ക് ഒരു ചേഞ്ച് ആയിട്ട് ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കാൻ കുഴപ്പമില്ലാത്തൊരു സാധനം തന്നെയാണ്. അപ്പോൾ എന്നാലും എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു. ഇടയ്ക്ക് ഈ എപ്പോഴും ഈ ഫോറിനൊക്കെ കഴിക്കുന്നതിന് പകരം ഇടയ്ക്ക് ഇതുപോലത്തെ ഒരു സാധനം കഴിക്കുകയാണെങ്കിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ എന്താണെങ്കിലും തലയ്ക്ക് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയതായിട്ടൊരു അനക്കം വന്നിട്ടുണ്ട്. കാരണം മറ്റുള്ള സാധനങ്ങൾ ഇത്രയും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും അനക്കം ഉണ്ടാവില്ല തലയ്ക്ക്. അപ്പോൾ എന്താണ്, എനിക്ക് അത്യാവശ്യം ഒരു ഓളം വെച്ച് തുടങ്ങിയിട്ടുണ്ട് തലയ്ക്ക്. എന്തായാലും അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം.